മർക്കസിലുള്ള വ്യാജമുടിയുടെ വിഷയം വന്നപ്പോ സംഭവം ആകെ മറിഞ്ഞു. മർക്കസിലുള്ള വ്യാജമുടി അത് വന്നപ്പോ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ പെട്ടെന്ന് നിങ്ങൾ നോക്കുമ്പോ നിങ്ങളെ സാധാരണക്കാർ ഇന്നിവിടെ പലരും വന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ ചോദ്യം പോലെ തന്നെ എനിക്കും തോന്നിയ ഒരു ചോദ്യമായിരുന്നു ആദ്യം. എന്താണ് പടച്ചോനെ 33ാമത്തെ സമ്മേളനം, മർക്കസ് സമ്മേളനം, അതിലിതാ സനദും വായിക്കുന്നു, എല്ലാം വായിക്കുന്നു, മുടിയും കൊടുക്കുന്നു, വലിയ അറബിയൊക്കെ വരുന്നു. പക്ഷെ ഖദ്റജിനെ കാണുമ്പോൾ ചെറിയ സംശയം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഖദ്റജിയുടെ പിതാവ് വളരെ നല്ല മനുഷ്യനാണ് എന്നൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ അതും പിന്നെ അതുപോലെ തന്നെ ആ സനദൊക്കെ വായിക്കുന്നത് കേട്ടപ്പോൾ ഞാനും അതങ്ങ് വിശ്വസിച്ചു. ഞാനും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതില്. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ പണ്ഡിതൻ ബഹുമാനപ്പെട്ട അമ്പലക്കട ഫൈസി ഉസ്താദ് അത് സനദല്ല നസബയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ തകർന്നുപോയി. ഇത്രയും വലിയ സദസ്സിന്റെ മുമ്പില് സനദാണെന്ന് വായിച്ചുകൊണ്ട് അത് തർജ്ജമ ചെയ്യാൻ വേറെയാളും എല്ലാവരും അത് വിശദീകരിച്ചിട്ടുണ്ട് സനദാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അത് സനദല്ല നസബയെന്ന് പറയുമ്പോ ഞാൻ ആകെ തകർന്നുപോയി. ഞാൻ പലരോടും ചോദിച്ചു. അപ്പൊ പറഞ്ഞു സനദുണ്ട്, പോക്കറ്റിലുണ്ട്, വേറെ എവിടെയൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചു പോക്കറ്റിലുണ്ടല്ലോ പടച്ചോനെ, അല്ല വേറെ എവിടെയോ ഉണ്ടല്ലോ, ഇപ്പം വായിക്കുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ പിന്നെയും ഉണ്ടാതിരുന്നു. പിന്നെ നോക്കുമ്പോ ഉലമാ കോൺഫറൻസിൽ മറ്റൊന്ന് വായിച്ചു. ഞാൻ ഇതേ സുന്നി ഗ്ലോബൽ വോയിസ് റൂമിൽ തന്നെ ഉള്ള പണ്ഡിതന്മാരോട്, സാധാരണക്കാരോടല്ല പണ്ഡിതന്മാരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചു. ഉലമാൻ കോൺഫറൻസ് കഴിഞ്ഞപ്പോഴും അവിടെയുള്ള ഞാൻ ഇന്നും സ്നേഹിക്കുന്ന ഞാൻ ഇന്നും സ്നേഹിതന്മാർ പറഞ്ഞു ഉലമാ കോൺഫറൻസ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഇതുവരെ സനദ് വായിച്ചിട്ടില്ല, വായിച്ചതൊക്കെ മറ്റെന്തൊക്കെയാണ്, ഇതുവരെ സനദ് വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു, അതിലില്ല ഉസ്താദ് പറഞ്ഞു, ഇനി ഷെഹറെ മുബാറക്കിന്റെ കാര്യത്തിൽ ഉസ്താദ് ഞാൻ ഉത്തരം പറയില്ല, കാരണം എനിക്കതിലെന്തോ വലിയൊരു വിശ്വാസം കാണുന്നില്ല. അപ്പൊ അവിടുത്തെ ഉസ്താദുമാരും അഡ്മിന്മാരും എല്ലാവരും പറഞ്ഞു, ശരി നിങ്ങൾക്ക് വിശ്വാസമില്ലേ, സാരമില്ല, നിങ്ങൾ അതിനെ തള്ളി പറയരുത്, നിങ്ങൾ എതിർക്കൊന്നും പോകണ്ട, നിങ്ങൾ അതിന് മറുപടിയും പറയണ്ട, നിങ്ങൾ മിണ്ടാതിരുന്ന ആ ചർച്ചയിൽ നിന്ന് നിങ്ങൾ മാറിയെന്നോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും വിചാരിച്ചു ശരി തന്നെ, ഇന്ന് ചിലർ നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദ്യം ചോദിക്കാറുണ്ടല്ലോ, ഇങ്ങനെ ഒരു ഷെഹറെ മുബാറക്ക് അതാവാം, അല്ലായിരിക്കാം, സനദില്ലായിരിക്കും, നമ്മൾക്കത് മിണ്ടാതിരുന്നൂടെ എന്ന് പറയുന്നത് പോലെ ഞാനും വിചാരിച്ചു പോയി എന്ന്. ഞാനും പറഞ്ഞു ഓക്കെ ഒന്ന് മിണ്ടാതിരിക്കാം എന്ന് കരുതി ഞാനും മിണ്ടാതിരുന്നു. എന്നാൽ ഞാൻ നേരത്തെ ആ ഒരു കാര്യം പറഞ്ഞല്ലോ, 786, 313, 4444 എന്ന് പറയുന്ന ഞാൻ ഇന്നും ബഹുമാനിക്കുന്ന ആ സക്കാഫി തെക്കുമല എന്നുള്ള ഐഡിയയിലുള്ള ഉസ്താദ് ഒരു ദിവസം പെട്ടെന്ന് മൈക്കെടുത്ത് അങ്ങ് സംസാരിച്ചു. അദ്ദേഹം നല്ല പ്രസംഗമായിരുന്നു, നല്ല രീതിയും ശൈലിയും ഒക്കെ ഉള്ള നല്ല പ്രസംഗമായിരുന്നു. പക്ഷെ പ്രസംഗത്തിന്റെ അവസാനമായപ്പോ അദ്ദേഹം പറഞ്ഞു, സുന്നത്ത് ജമാഅത്ത് പറയാൻ പറ്റിയ സുന്നത്ത് ജമാഅത്ത് കേരളത്തിൽ എന്ന് പറഞ്ഞു സംശയമുണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ പേരിലുള്ള ഒരൊറ്റ സംഘടന, സുന്നത്ത് ജമാഅത്തായിട്ടുള്ള ഒരൊറ്റ സംഘടന, അത് AP സംഘടന മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം മൈക്കെടുത്ത് പറഞ്ഞു പ്രസംഗത്തിന് ശേഷം. ഇതങ്ങ് കേട്ടപ്പോ സ്വാഭാവികമായിട്ട് എനിക്കെന്തോ ആ ഒരു സംസാരത്തിൽ ഒരു അസ്വസ്ഥത തോന്നി. അപ്പൊ ഞാൻ ഉസ്താദിന് ഡിസ്റ്റർബ് ആകണ്ടെന്ന് വെച്ചിട്ട് ബൈലക്സിലല്ല ഗൂഗിളിൽ ഞാൻ ഒരു PM വിട്ടു, ഉസ്താദെ ഞാൻ EK സുന്നിയായിട്ടാണ് ജനിച്ചത്, ഇനി ജീവിക്കുന്നതും EK സുന്നിയായിട്ടായിരിക്കും, മരിക്കുന്നതും EK സുന്നിയായിട്ടായിരിക്കും എന്ന് ഒരു PM അങ്ങ് വിട്ടു ഗൂഗിളിൽ, മറ്റൊരു ശല്യം ആകണ്ടെന്ന് കരുതി. ഉസ്താദ് പ്രസംഗം കഴിഞ്ഞ് വെച്ചപ്പോഴാണ് ഈ PM പോയത്. പെട്ടെന്ന് ഉസ്താദ് വീണ്ടും മൈക്കെടുത്തുകൊണ്ട് പറഞ്ഞു, എനിക്കിപ്പോ ഒരു PM വന്നിട്ടുണ്ട്, അതിന്റെ മറുപടി പറയാനാണ് ഞാൻ വീണ്ടും മൈക്കെടുത്തതെന്ന്. ഞാൻ വീണ്ടും ഉസ്താദിനെ പഠിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ പറയരുത്, എന്റെ ID പറയരുത്, അത് ഒഴിവാക്കി നമുക്ക് പിന്നെ ചർച്ച. ഉസ്താദ് അതിൽ തന്നെ മറുപടി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ID പറയില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഉസ്താദ് പറഞ്ഞു, ഇപ്പൊ എന്നെ ഒരാൾ PM അടിച്ചു പറഞ്ഞു, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും മൈക്കെടുത്തത്, എല്ലാ സംഘടനയും പിഴച്ചതാണ്, AP സംഘടന മാത്രമേ സുന്നത്ത് ജമാഅത്തുള്ളൂ, സുന്നി പ്രസ്ഥാനമുള്ളൂ എന്ന് പറഞ്ഞു. എല്ലാ പ്രസ്ഥാനവും PM അടിച്ചവരും എല്ലാ പ്രസ്ഥാനവും പോക്കാണ്, EK പ്രസ്ഥാനവും പോക്കാണെന്ന് പറഞ്ഞപ്പോ അതും കേട്ടിരിക്കാൻ ഞാനൊരു ബുദ്ധിയില്ലാത്ത കാരം ദൂരി അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ മൈക്കിലേക്ക് അങ്ങ് ചാടി. ഞാൻ അങ്ങ് മൈക്കിലേക്ക് ചാടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു എന്റെ സക്കാഫി തെക്കുമൽ ഉസ്താദിനെ, ആദരിക്കുന്നു. പക്ഷെ അതോടൊപ്പം ഒരു കാര്യം പറയുന്നു, ഇപ്പൊ ഉസ്താദ് പറഞ്ഞതിനോട് യാതൊരു യോജിപ്പുമില്ല, ഒരു യോജിപ്പുമില്ല. ഇപ്പൊ ഉസ്താദ് പറഞ്ഞതിനോട് ഒരു യോജിപ്പുമില്ല, അത് പച്ചക്കള്ളമാണെന്ന് പറയുമ്പോൾ തന്നെ എന്റെ മറ്റൊരു സുഹൃത്തായ അസീയൊക്കെ മൈക്കിൽ ചാടുകയും, 2 അഡ്മിന്മാർ തമ്മിലാണല്ലോ പ്രശ്നം, മൈക്കിൽ ചാടുകയും ഇത് നമ്മുടെ അഡ്മിന്മാർ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമാണ്, നമ്മൾ ഇൻഷാ അല്ലാഹ് പ്രൈവറ്റിൽ അത് തീർക്കുമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആ സമയത്ത് നമ്മുടെ റൂമിൽ ഇപ്പൊ KICR റൂമിലുള്ള സജീവമായ ഒരു അഡ്മിൻ ആ സമയത്ത് നമ്മുടെ റൂമിലുണ്ടായിരുന്നു. അദ്ദേഹം എനിക്ക് PM അടിക്കുകയും എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു.
നിങ്ങൾ എന്താ പിന്നെ ഇവിടെ ഇരിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, നമ്മുടെ റൂമിൽ വന്നൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഓക്കെ, നിങ്ങൾ നൂർ ഫൈസി ഉസ്താദിനെ ബന്ധപ്പെടണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ നൂർ ഫൈസി ഉസ്താദിനെ ബന്ധപ്പെടുകയും ചെയ്തു. ഇതങ്ങ് കഴിഞ്ഞപ്പോ ഈ പ്രശ്നം അതിയൊക്കെ അത് പിന്നീട് ഇൻഷാ അല്ലാഹ് നമ്മൾ മാറ്റിയെടുക്കും, പിന്നീട് നമ്മൾ അത് ചർച്ച ചെയ്യും എന്ന് പറഞ്ഞ് നിർത്തിയപ്പോ KM സൈദി ഉസ്താദ്, ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു, നല്ലൊരു പണ്ഡിതനാണ്, അദ്ദേഹം മൈക്കിൽ വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ചർച്ചയിലേക്ക് പോയി, ആശയ ചർച്ചയിലേക്ക് പോയി. അപ്പോ ഈ വിഷയം അവിടെ കടന്നു. കുറച്ച് വൈകിയപ്പോ ഈ സക്കാബി തെക്കുമല ഉസ്താദ്, ആ ഉസ്താദ് എനിക്ക് PM അടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളോട് ആരാണ് മൈക്ക് ചാടാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ല ഉസ്താദ്, ഒരു യാഥാർത്ഥ്യത്തോട് പുലബന്ധം പോലും പുലർത്താത്ത ഒരു കാര്യം ഉസ്താദ് പറഞ്ഞതുകൊണ്ട് ഞാൻ എത്ര തവണ ഉസ്താദിനോട് PM അടിച്ചു പറഞ്ഞു, ഉസ്താദ് അത് പറയരുതെന്ന്. പിന്നെ ഉസ്താദ് ഡയറക്റ്റ് EK സുന്നി എന്ന് പറഞ്ഞപ്പോ അത് കേട്ടിരിക്കാൻ എനിക്ക് പറ്റില്ല ഉസ്താദെ, ഞാൻ ആരെയും അങ്ങനെ അതിന്റെ പേര് എനിക്കത് കേൾക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ മൈക്കെടുത്ത ഉസ്താദ്. അപ്പൊ പറഞ്ഞു, എത്ര പേര് എനിക്ക് PM അടിച്ചു എന്ന് അറിയോ നിങ്ങൾക്ക്? എനിക്ക് ഒരുപാട് ആളുകൾ PM അടിച്ചു. എന്തിനാണ് ഇനി ആ ARCKപ്പിനെ വെച്ച് നിൽക്കുന്നത്? അദ്ദേഹം മറ്റേ ആളാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞ് PM അടിച്ചു. ഞാൻ പറഞ്ഞു ഉസ്താദെ, ആളുകൾ അങ്ങനെ പലതും അടിക്കും, ഉസ്താദിനെ ഉണ്ടാക്കണം. ഉസ്താദിനെ ഞാൻ ബഹുമാനിക്കുന്നു, ഉസ്താദിനോട് എന്നോട് വല്ല വിദ്വേഷമുണ്ടോ? ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഞാൻ ചെയ്തത് സത്യമാണ്, ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അപ്പൊ ഉസ്താദ് പറഞ്ഞു, അത് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തുള്ള തെറ്റാണ്, ഞാൻ EK പ്രസ്ഥാനത്തെ കുറിച്ചല്ല പറഞ്ഞത്. മഹാനായ കാളമ്പടി ഉസ്താദിനെയും അതുപോലെ മറ്റു ഉസ്താദ്മാരൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, പക്ഷെ അതിൽ ചില ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു അത് ഉസ്താദ് അങ്ങനെ പറയണമായിരുന്നു മൈക്കിൽ, ഉസ്താദ് മൈക്കിൽ അങ്ങനെ പറയണമായിരുന്നു. പക്ഷെ ഉസ്താദ് ഇവിടെ കാടടിച്ചു വെടിവെച്ചു, അത് ജനങ്ങളൊക്കെ തെറ്റിദ്ധരിക്കുമെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഞാൻ മൈക്ക് ചാടിയെന്ന് പറഞ്ഞു. അതാണ് ഒരു പ്രശ്നം, അതൊരു പ്രശ്നമായിട്ട് അവിടെ കടന്നു. പിന്നെ ഷെഹറെ മുബാറക്കിന്റെ വിഷയത്തിൽ ഞാൻ ഇടപെടണ്ട, ഒന്നും പറയണ്ട, മൗനമായിട്ട് നിന്നോ, നിഷ്പക്ഷമായിട്ട് നിന്നോ എന്ന് പറഞ്ഞു നിന്നു. പക്ഷെ പറയട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മൈക്കിൽ കൂടി പറയാൻ പറ്റാത്ത രീതിയിലുള്ള, ഒരു മുസൽമാന് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ വൃത്തികെട്ട ടെക്സ്റ്റുകൾ, ഞാൻ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന എന്റെ ആ റൂമിൽ വളരെ വൃത്തികെട്ട ടെക്സ്റ്റുകൾ, ആലിമീങ്ങളെ പച്ചക്കളവും ചീത്ത വാക്കുകളും ആലിമീങ്ങളെ കുറിച്ച് അടിച്ചു. വളരെ വൃത്തികെട്ട, ഹിദായത്ത് പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ അവിടെയുള്ള ഉസ്താദ്മാർക്കൊക്കെ അടിച്ചു. ഉസ്താദ്മാരെ എന്താണിത്, ഇങ്ങനെ അടിക്കരുത്, ഇങ്ങനെ അടിക്കരുത്. അപ്പൊ ഞാൻ അവിടെ അഡ്മിനായിരുന്നു, സ്വാഭാവികമായിട്ടും അവിടെ ഇങ്ങനെയുള്ള മോശം അടിക്കുന്നവർക്കൊക്കെ ഞാൻ ഡോട്ടിട്ട് അവർക്ക് PM കൂടി പറഞ്ഞു, സുഹൃത്തെ അവരൊക്കെ ആലിമീങ്ങളാണ്, പണ്ഡിതന്മാരാണ്, അവർ സുന്നത്തി ജമാഅത്തിന്റെ ആലിമീങ്ങളാണ്, അവരെ കുറിച്ച് അങ്ങനെ പറയരുത്. പക്ഷേ അവിടുത്തെ സൂപ്പർ അഡ്മിനായ ഒരാൾ, ഞാൻ അദ്ദേഹത്തിന്റെ പേരിപ്പോ പറയുന്നില്ല, ഇൻഷാ അല്ലാഹ് ഞാൻ ഇതാ പെട്ടെന്ന് തന്നെ നിർത്തും, എന്റെ സംസാരം പെട്ടെന്ന് തന്നെ നിർത്തും. എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ ആരെങ്കിലും ആ വീടത ഗ്രൂപ്പിന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ വാക്കുകളിൽ ഒരു വാക്ക് തെറ്റാണെന്ന് പറഞ്ഞാൽ, ഒരു വാക്ക് കള്ളമാണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇതോടുകൂടി ബൈലക്സ് നിർത്തും. നിങ്ങൾ പറഞ്ഞ പണി ഞാൻ എടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതമാണ്. ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു വാക്ക് കളവാണെന്ന് നിങ്ങൾ തെളിയിച്ചാൽ. അപ്പൊ അവിടുത്തെ ഒരു സൂപ്പർ അഡ്മിൻ അതിൽ വളരെ വൃത്തികെട്ട രീതിയിൽ വളരെ മോശമായ ടെക്സ്റ്റുകൾ അടിച്ചു. അപ്പൊ ഞാൻ പബ്ലിക്കായിട്ട് ഞാൻ ടെക്സ്റ്റ് അടിച്ചു, ആരും ചീത്ത വാക്ക് പറയരുത്, ചീത്ത വിളിക്കരുത്, മറ്റു പണ്ഡിതന്മാരെ ആരും ചീത്ത വിളിക്കരുത്, ആശയം കൊണ്ട് നേരിടണം. അപ്പോ ആ സൂപ്പർ അഡ്മിൻ പരസ്യമായിട്ട് പബ്ലിക്കിൽ തന്നെ മറുപടി അടിച്ചു, SKക്കാർക്ക് പൊള്ളുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ റൂമിലേക്ക് പോകാം, ഇവിടെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സൂപ്പർ അഡ്മിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ടെക്സ്റ്റ് വന്നപ്പോ സ്വാഭാവികമായിട്ടും ഞാനും അങ്ങ് മറുപടി അടിച്ചു, ഞാൻ ബുദ്ധി ഉള്ളവരോടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് അതില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് ക്ഷമിക്കണം എന്ന് പറഞ്ഞു. ശരി എന്നുള്ള ഐഡിയയിൽ ഉള്ള ഒരു സൂപ്പർ അഡ്മിനാണ്. അപ്പോ അതിന് വീണ്ടും അദ്ദേഹം മറുപടി അടിച്ചു, വളരെ മോശമായ മറുപടി അടിച്ചു. ഈ മറുപടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ തുടങ്ങിയപ്പോ അവിടുത്തെ നല്ലൊരു ഉസ്താദ്, വളരെ നല്ല മാന്യമായ ഒരു ഉസ്താദ്, സത്യം എന്നുള്ള ഐഡിയയിലുള്ള ഒരു ഉസ്താദ് എന്നെ PM അടിച്ചു ചോദിച്ചു, എന്താണ് ARCK ഇങ്ങനെ പരസ്യമായിട്ട് അടിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഉസ്താദ് കണ്ടില്ല ഉസ്താദെ, പരസ്യമായിട്ട് നമ്മുടെ റൂമിൽ പല ആളുകളും വരുന്നതാണ്, പല ആളുകളും വരുന്ന ഈ റൂമിൽ ഇങ്ങനെ ആലിമീങ്ങളെ ചീത്ത പറയാൻ പറ്റുമോ? ഉസ്താദ് പറയാം, ഇല്ല ഒരിക്കലും പറ്റില്ല, ഞാൻ അദ്ദേഹത്തോട് അത് പറഞ്ഞ് നിർത്തിക്കാമെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല, അദ്ദേഹത്തിന് നിങ്ങളൊന്ന് നിർത്തിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. അന്ന് ടെക്സ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ ഉസ്താദിന് വാക്ക് കൊടുത്തു. സുന്നികള് ഒരു വാക്ക് കൊടുത്താൽ അത് വാക്കാണ്, പക്ഷെ ചിലർക്ക് എത്ര വാക്ക് കൊടുത്താലും റസൂലുള്ളാഹിന്റെ ആസാറുകളുടെ പേരിൽ കള്ളം പറയുന്നവർക്ക് എന്ത് വാക്ക് വന്ന്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോൾ ഇദ്ദേഹം പഴയ പണി തുടങ്ങി. അദ്ദേഹം വീണ്ടും മോശമായ ടെക്സ്റ്റിൽ അടിക്കാൻ തുടങ്ങി.
അപ്പൊ സുഹൃത്തെ, ഞനക്ക് വാക്ക് തെറ്റിക്കാനും പറ്റില്ല. ഞാൻ എന്ത് ചെയ്തു, ഇപ്പം കേരള ഇസ്ലാമിക് ക്ലാസ് റൂം തുറന്നാലും ഒരു വെൽക്കം നോട്ട് വരും. ആ വെൽക്കം നോട്ട് 2 സൈസ് ആക്കിയിട്ട്, 2ന്റെ സൈസിലാക്കിയിട്ട് ബോൾഡ് ആക്കിയിട്ട് ഞാൻ അങ്ങ് പേസ്റ്റ് ചെയ്തു. അപ്പൊ നമ്മൾ സ്ക്രീൻ അങ്ങ് മറഞ്ഞു പോകും. ഇപ്പൊ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും മോശമായ വാക്കുകൾ അടിച്ചാൽ ആ വെൽക്കം നോട്ട് ഒന്ന് വലുതായിട്ട് അടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് മാഞ്ഞു പോകും. അപ്പൊ ആർക്കും തകരാറില്ലല്ലോ. ചീത്ത വാക്ക് അടിക്കുന്നവൻ അടിക്കുകയും ചെയ്തു, അത് കാണുന്നതിന് മുമ്പിൽ തന്നെ ഞാൻ വെൽക്കം നോട്ട് അങ്ങ് അടിച്ചത് മായ്ക്കുകയും ചെയ്തു. ആർക്കും പകരമായിട്ടൊന്നും പറയുന്നില്ല. ഇതങ്ങ് കഴിഞ്ഞപ്പോ ഇത് 2 പ്രാവശ്യം ഞാൻ അവർ ചീത്ത അടിച്ചു, ഞാൻ 2 പ്രാവശ്യം വെൽക്കം നോട്ട് അടിച്ചപ്പോ 3ാമത്തെ പ്രാവശ്യം എന്റെ അഡ്മിൻ പവർ റിമൂവ് ചെയ്തുകൊണ്ട് എനിക്ക് ഡോട്ട് ഇട്ടു. അപ്പൊ പിന്നെ എനിക്ക് അവിടെ നടക്കുന്ന ആ തെമ്മാടിത്തരത്തിന് മറുപടി പറയാൻ എനിക്ക് കഴിയില്ല. നസീർ മുതുകുറ്റി താഴത്തുണ്ടോ? പ്രിയപ്പെട്ട സുഹൃത്ത്, കോൾ ചെയ്യണ്ട. ഞാൻ പറയുന്നതിൽ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ നസീർ മുതുകുറ്റി ആയാലും ആരായാലും ശരി ഇൻഷാല്ലാ മൈക്കിലേക്ക് വരാം. ഞാൻ ഇന്നും സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് നസീർ മുതുകുറ്റി. ആർക്കും മൈക്കിലേക്ക് വരാം. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു വള്ളി പുള്ളി തെറ്റുണ്ടെന്ന് ആര് തന്നെ പറഞ്ഞാലും ശരി, ഞാൻ ഇന്നും അവിടുത്തെ എല്ലാ ഉസ്താദുമാരെയും പ്രവർത്തകരെയും ബഹുമാനിക്കുന്നു. ഞാൻ ഇവിടെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ദിവസം ആവേശത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ എന്തിന്റെ പുറത്തോ ഞാൻ ഏതെങ്കിലും റൂമിലെ ഉസ്താദുമാരെയോ ആരെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എനിക്കെതിരെ ഇന്നലെ മുതൽ നിങ്ങൾ എനിക്കെതിരെ അങ്ങനെ പറയാൻ നിന്നു? എനിക്ക് പ്രശ്നമില്ല. ARCക്ക് ഇപ്പൊ ഒരു സാധാരണക്കാരൻ, നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം, നിങ്ങൾക്ക് വളരെ നന്നായിട്ട് തന്നെ അറിയാം, വെറും സാധാരണക്കാരനാണ്. എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഇതൊരു തെറ്റിദ്ധരിപ്പിക്കലായി. ഇൻഷാല്ലാ നാളെ ഞാൻ നാട്ടിൽ പോവുകയാണ്. ഇനിയും അതിന്റെ പിറകിൽ മറ്റു പല കാര്യങ്ങളും വരണ്ട, കെട്ടുകഥകളും വരണ്ട. കാരണം പലരും എന്നെ PM അടിക്കുന്നു, പലരും ചോദിക്കുന്നു എന്താണ് ഇതിന്റെ സത്യാവസ്ഥ, എന്താണ് ഇതിന്റെ പ്രശ്നങ്ങൾ, നിങ്ങൾ അന്ന് അതിലല്ലേ ഉണ്ടായി, ഇപ്പൊ എന്താ ഇതിൽ എന്താണ് പ്രശ്നങ്ങൾ എന്ന് ചോദിക്കുന്നു. ഇന്ന് വരെ മാന്യമായിട്ട് ചോദിച്ച ഒരാളോട് നിങ്ങളുടെ റൂമിനെ കുറിച്ചോ നിങ്ങളുടെ പണ്ഡിതന്മാരെ കുറിച്ചോ ആരെങ്കിലും കുറിച്ച് മോശമായിട്ട് ഞാൻ പറഞ്ഞോ? ആരെങ്കിലും കുറിച്ച്? അല്ലെങ്കിൽ എന്നെ കുറിച്ച് നിങ്ങളുടെ ഉസ്താദ്മാർ പറയട്ടെ, കാവുംപടി ഉസ്താദ് പറയട്ടെ, ആലിക്കുട്ടി ഫൈസി ഉസ്താദ് പറയട്ടെ, അല്ലെങ്കിൽ KKM സാജി ഉസ്താദ് പറയട്ടെ, അല്ലെങ്കിൽ അൽ ഹാഫിസ് ചെന്നാർ ഉസ്താദ് പറയട്ടെ, GM ഹാഫിസ് അനീഫ് ഉസ്താദ് പറയട്ടെ, പണ്ഡിതന്മാർ പറയട്ടെ എന്നെ കുറിച്ച് ഒരു വാക്ക്. ബാക്കി ചുഴലി ഉസ്താദ് പറയട്ടെ. ഒരാളും പറഞ്ഞില്ല എന്നെ കുറിച്ചൊന്നും. അപ്പോ ഞാൻ വളരെ മാന്യമായി കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ പ്രസ്ഥാനത്തിന്റെ ആധികാരിക ശക്തമായ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക് ഞാൻ എന്റെ പ്രവർത്തനം മാറ്റുന്നു, ഞാൻ അവിടെ പോകുന്നു, ആരെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇവിടെ വന്നിട്ട് എത്ര നാളെ ഞാൻ താഴത്തിരുന്നു. ഞാൻ മൈക്കിലേക്കൊന്നും വന്നില്ല. ഞാൻ താഴത്തിരിക്കുകയോ ചെയ്തിട്ടുള്ള ഇവിടുത്തെ പരിപാടികൾ പങ്കെടുത്തു, നല്ല നല്ല പരിപാടികൾ കേട്ടു, ഇവിടെ തന്നെ പരിപാടികൾ പങ്കെടുത്തു സജീവമായി. ആരെക്കുറിച്ച് കുറ്റം പറയാൻ പോയില്ല, ഒന്നും ചെയ്തില്ല. മാന്യമായിട്ട് ഇവിടെ ഇരുന്നു. പിന്നെ യാദർച്ഛികമായി കുറെ അങ്ങ് കഴിഞ്ഞപ്പോ സജീവമാകണമെന്ന് തോന്നിയ സമയത്ത് ഞാൻ സജീവമായി. എന്നിട്ടും ഒരാളെ കുറിച്ചും വ്യക്തിഹത്യ ചെയ്യാൻ ഞാൻ നിന്നിട്ടില്ല. എന്തിനേറെ, ഞാൻ ഈ പ്രശ്നത്തിന്റെ പേരിൽ സാക്ഷാൽ പേരോട് ഉസ്താദിനെ വിളിച്ചു. അല്ല നസീർ മുതുകുറ്റി, ജിഷാൻ മായിയോട് ചോദിച്ചാൽ മതി, പറയും. പേരോട് ഉസ്താദിനെ വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അല്ല ഉസ്താദെ, ഞാനൊരു ഈക്കക്കാരൻ തന്നെയാണ്. കാരണം എന്തെന്നറിയോ, മൂപ്പരെ വിളിച്ചപ്പോൾ തന്നെ മൂപ്പർ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം റെക്കോർഡുകളുടെ കാലാണല്ലോ, ക്ലിപ്പുകളുടെ കാലാണല്ലോ. ഞാൻ പറഞ്ഞു, ഉസ്താദ് റെക്കോർഡ് ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല, ഞാൻ EK സുന്നി തന്നെയാണ്. പക്ഷെ നിങ്ങളെ വിളിച്ചത് ഞാൻ റെക്കോർഡ് ചെയ്യാനല്ല, വല്ലാഹി ഞാൻ റെക്കോർഡ് ചെയ്യുന്നുമില്ല. ഞാൻ വിളിച്ചത് നമ്മുടെ ഈ റൂമുകളിൽ വളരെ മോശമായ രീതിയിൽ ആലിമീങ്ങളെ ചീത്ത പറയുന്നുണ്ട്. അതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ ഉസ്താദ് പറയണം. സാധാരണക്കാരായ ആളുകളാണ് ആലിമീങ്ങളെ ചീത്ത പറയുന്നത്, അത് ശരിയാണോ എന്ന് ഞാൻ ചോദിച്ചു. നസീർ മുതുകുറ്റി എന്റെ തൊട്ട് താഴെ തന്നെ കൈപൊക്കി നിൽക്കുന്നുണ്ട്. പിന്നെ എന്തിനാ കോൾ ചെയ്യുന്നത്? നസീർ മുതുകുറ്റി സാഹിബ്, ഞാൻ ഇന്നും കൂടിയേ ഉള്ളൂ, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾക്ക് തന്നെയാണ് ഫസ്റ്റ് മൈക്ക്. ഞാൻ പേരോട് ഉസ്താദിനോട് തന്നെ ചോദിച്ചു, ഉസ്താദ് അങ്ങനെ ആലിമീങ്ങളെ ചീത്ത വിളിക്കാൻ. അപ്പൊ പേരോട് ഉസ്താദ് പറഞ്ഞു, ഇല്ല, ഞാൻ എന്റെ കഴിഞ്ഞ പ്രസംഗത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട്, ആരും മറ്റു ഗ്രൂപ്പിൽപ്പെട്ട ആലിമീങ്ങളെ ചീത്ത പറയരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാധാരണക്കാർ അങ്ങനെ ചെയ്യുന്നതിന് ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും ഉസ്താദ് അടുത്ത ഉസ്താദിന്റെ ഖണ്ഡനത്തിൽ അല്ലെങ്കിൽ പ്രസംഗത്തിൽ പറയണം, ഇത് ഞങ്ങൾ പണ്ഡിതന്മാർ തമ്മിൽ തീരുമാനിച്ചോളാം, ഞങ്ങൾ പണ്ഡിതന്മാർ തമ്മിൽ ചർച്ച ചെയ്തോളാം, സാധാരണക്കാർ ഇതിൽ ഇടപെടരുത്, ചീത്ത വിളിക്കരുത് എന്നൊരു വാക്ക് പറയണമെന്ന് പറഞ്ഞു. അതും വെച്ചിട്ടാണ് ഞാൻ അൽഹംദുലില്ലാഹ് KICR റൂമിൽ സജീവമായത്. KICR റൂമിലും ഞാൻ വളരെ നല്ല രീതിയിൽ ഇവിടെ തന്നെ മാന്യമായിട്ടിരുന്നു. ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞ നസീർ മുതുകുറ്റി, നിങ്ങളടക്കമുള്ള ഫേസ്ബുക്കിലെ പല ഇതിലും എന്നെ കുറിച്ച് എന്തൊക്കെയാണ് ആരോപണങ്ങൾ നടത്തിയത് പ്രതികം ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? എന്തിന്റെ പേരിൽ? നിങ്ങൾക്ക് എന്തിന്റെ പേരിൽ? ഹബീബ ചാടരുത്.
അയാളെ ബൗൺസ് എടുത്ത് അയാളെ ആവശ്യമുണ്ട് നമുക്ക്. എന്തിന്റെ പേരിൽ